നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് മാസം തൊട്ട് മാർച്ച് മാസം തൊട്ട് എന്തോ പുതിയ നിയമങ്ങളൊക്കെ വരുന്നുണ്ട് മാൾട്ടയിലോട്ട്. ഒരു മാസത്തെ വെക്കേഷന് ശേഷം ആദ്യമായിട്ട് ഇപ്പോഴൊന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ബസ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുവരെയായിട്ട് വണ്ടികളൊന്നും കാരണമാണെങ്കിൽ നല്ല തിരക്കും നല്ല ബ്ലോക്കും. അപ്പോൾ വണ്ടി വരുന്ന അറിയില്ല. മുട്ടിക്കൊന്ന് വെട്ടണം, എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അങ്ങനെ ഇറങ്ങിയതാണ്. നോക്കാം 19 നേരം നിൽക്കേണ്ടി വരും എന്നുള്ളത്. അവിടെ നിന്ന് വെറുതെ ബോറടിച്ചപ്പോഴാണ് ഞാൻ വിളിച്ചത്. ഇവരുടെ അടുത്തൊരു ടോയ് ഷോപ്പ് ഉണ്ട്. അവിടെ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഹോട്ട് വീൽസ് കുറച്ച് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് പറ്റാണെങ്കിൽ നല്ലതുണ്ടെങ്കിൽ പറഞ്ഞാൽ മേടിക്കാൻ പറ്റും. അപ്പം കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നു കുറച്ച് ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ തുടങ്ങണം. കാര്യമായിട്ടൊന്നും അറിയില്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. ഇത് ഈ കാണുന്ന ടോയ് മാജിക് എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇവിടെ അടുത്ത് തന്നെ പവിയുടെ അടുത്തുള്ളതാണ് ഷോപ്പ്. അല്ല, ഇതാണ് സാധനം ടോയ് ഷോപ്പ്. ഇതിൻ്റെ ഉള്ളിലാണ് ഹോട്ട് വീൽസിൻ്റെ കംപ്ലീറ്റ് കളക്ഷൻ ഉണ്ട്. ഇത് ഹോട്ട് വീൽസിൻ്റെ അല്ല, ഹോട്ട് വീൽസിൻ്റെ കൂടി ഉണ്ട് വേറെ നല്ല കളക്ഷനുള്ളത്. ഹോട്ട് വീൽസ് മാച്ച് ബോക്സ് ഇത് ഈ സെറ്റിന് 17 യൂറോ. കുഴപ്പമില്ല കാണാനായിട്ട്. ഇതും കുഴപ്പമില്ലല്ലോ. സൈബർ ട്രക്ക്. ഇതാണ് ഹോട്ട് വീൽസിൻ്റെ. ഞാൻ നോക്കിയപ്പോൾ ഇതെടുത്താലോ ഒന്നും ആലോചിക്കില്ല. 11 യൂറോ 3 സെറ്റ്. ഇത് അല്ലെങ്കിൽ ഇത് 6 യൂറോ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഉണ്ട്. വേറെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഒന്ന് എടുത്തിട്ട് പോവാം എന്ന് വെച്ചിട്ടാണ് നിൽക്കണം. ഇവിടെ ഒരുപാടുണ്ട് ടോയ് ഷോപ്പ്. നല്ല കളക്ഷൻ ഉണ്ട് ഹോട്ട് വീൽസിൻ്റെ. ഞാൻ ഈ സാധനം എടുത്തു 3 സെറ്റ്. ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഞാൻ ഈ 3 സെറ്റ് മേടിച്ച് ഇപ്പോൾ കളക്ഷനിലേക്ക് ഒരെണ്ണം കൂടിയായി. ഞാൻ മേടിച്ച ഹോട്ട് വീൽസ് അത്ര റയർ സാധനമൊന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കളക്ഷനിൽ പെട്ടതാണ്. ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് പതുക്കെ മേടിക്കാമെന്ന് വെച്ചിട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ കളക്ഷൻ്റെ ഞാൻ വേറെ കാര്യമായിട്ടൊന്നും മേടിച്ചിട്ടില്ല. ഇനി മേടിക്കണം പോയിട്ട്. ഇനിയിപ്പോൾ പിടിക്കുന്ന പോകണം, ലിറ്റിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി നോക്കാനായിട്ട്. ഹോട്ട് വീൽസ് ഞാൻ പറഞ്ഞാൽ എനിക്ക് കുറച്ച് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി അതിനെപ്പറ്റി പഠിക്കണം. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ല. ഞാൻ കുറച്ച് യൂട്യൂബ് കണ്ടിട്ടുള്ള ആ ഒരു സെറ്റപ്പ് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വരുന്നതിന് ഞാൻ അവിടെ വേറെ ട്രക്കിൻ്റെ ഒരെണ്ണം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഹോട്ട് വീൽസ് മറ്റേ ലിമിറ്റഡ് എഡിഷൻ മറ്റേ സംഭവമുണ്ട്, അതുണ്ട് അവിടെ. എന്നാൽ റേറ്റ് ഉള്ളതായതുകൊണ്ട് ഞാൻ ഇപ്പോൾ മേടിക്കാം. ഞാൻ അടുത്തോട്ടം വരുമ്പോൾ മേടിക്കണം. സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനിവിടെ പോകുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല. ഞാൻ വെറുതെ എന്നത്തെയും പോലെ സാധനങ്ങൾ മേടിച്ച് തിരിച്ചു വരെ ഫുഡ് കഴിക്കാൻ റൂമിൽ പോവുക, ഇതൊക്കെ തന്നെ പരിപാടി. നേരം പോകണില്ല. നാട്ടിലേക്ക് ഇനിയിപ്പോൾ അന്ന് പോകുന്ന ദൈവത്തിന് അറിയാം. ഒരു ഓഗസ്റ്റിലേക്ക് ആകുമ്പോൾ വീണ്ടും പോകണം. ഇതൊക്കെ തന്നെ. പിന്നെ ഇവിടെ മുന്നത്തേട്ടൊക്കെ ഭയങ്കര മാറ്റമായി. ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര ഡെവലപ്മെൻ്റ് ഒക്കെ എല്ലാ ഏരിയയിലും. ഇപ്പോൾ മുന്നത്തേക്കാടൊക്കെ ഭയങ്കര ഡെവലപ്മെൻറ്റ് എല്ലായിടത്തും. പുതിയ ഷോപ്പുകൾ, പുതിയ കോംപ്ലക്സുകൾ. ഇപ്പോൾ ഞങ്ങളുടെ ഈ ഓർമ്മി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇപ്പോൾ എത്ര കടകൾ വന്നെന്നറിയോ? ഒരു 2 മാസത്തെ ഗ്യാപ്പിൽ 3-4 വന്നു. ഞാൻ പോണേക്കാട്ട് മുന്നേ സ്പോർട്സ് ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്പോർട്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് UK ബേസ്ഡ് ആയിട്ടുള്ള വലിയൊരു കമ്പനിയാണ്. അവരിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഭയങ്കര ഓഫറുകളൊക്കെ ഉണ്ട്. നിസ്സാര പൈസയൊക്കെ ഭയങ്കര ഓഫറുകൾ സാധനങ്ങളുണ്ട്. എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ. ഷൂസ്, ട്രാക്ക് സൂട്ട്, ജേഴ്സികൾ, അങ്ങനത്തെ ബ്രാൻഡഡ് അഡിഡാസിൻ്റെ ഒക്കെ അവിടെ നല്ല ഓഫറുകളുണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ഒന്നും മേടിച്ചില്ല. അടുത്ത വട്ടം പോകുമ്പോൾ മേടിക്കാമെന്ന് വെച്ചു. പിന്നെ അതുപോലെ തൊട്ടപ്പുറത്തൊരു വേറൊരു സൂപ്പർ മാർക്കറ്റ്. ഇപ്പോൾ 3 സൂപ്പർ മാർക്കറ്റാണ് അടുപ്പിച്ച് ഇവിടെ ഉള്ള ഓർമ്മയിൽ തന്നെ താമസിക്കുന്ന സ്ഥലത്ത്. എല്ലായിടത്തും ആൾക്കാർ കയറുന്നുണ്ട് ഭാഗ്യത്തിന്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹൂഗോസ് ബർഗർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ഞാൻ പണ്ട് ഇവിടെ ഞാൻ വന്ന സമയത്ത് പാർട്ട് ടൈം വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനിയാണ് ഹൂഗോസ് എന്ന് പറഞ്ഞിട്ട്. ഹൂഗോസ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്.
ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് ഭയങ്കര ഒരു ഫേമസ് ഏരിയ ആൾക്കാരാണ് അവർ. അവരുടെ ഒരു ബർഗർ ബാർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, ബർഗറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. ഒരുപാട് മാറ്റങ്ങൾ വന്നു. മാൾട്ട വികസിച്ചു ഭയങ്കരമായിട്ട്, ആൾക്കാരും കൊണ്ടും എല്ലാം കൊണ്ടും വികസിച്ചു. ഇപ്പോഴും മഴകളൊക്കെ വരുന്നുണ്ടോയെന്ന് അറിയില്ല. മാൾട്ടയ്ക്കൊക്കെ വരുന്നവരൊക്കെ ആലോചിച്ചും കണ്ടൊക്കെ വരും. ഇപ്പോൾ നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് മാസം തൊട്ട്, മാർച്ച് മാസം തൊട്ട് എന്തോ പുതിയ നിയമങ്ങളൊക്കെ വരുന്നുണ്ട് മാൾട്ടയിലോട്ട്. എന്നിട്ട് പുതിയ കോഴ്സ് അറ്റൻഡ് ചെയ്യണം, പ്രീ കോഴ്സ് അറ്റൻഡ് ചെയ്യണം. അതിനൊരു 10-250 € ചിലവുണ്ട്. അതിന് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ബാക്കി ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സൊക്കെ നടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് വന്നാൽ മതി. ഇപ്പോൾ എത്ര 5.5 ലക്ഷം രൂപയ്ക്ക് ആൾക്കാർ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ വിസ കിട്ടി വരാണെങ്കിൽ തന്നെ ഒരു 5-8 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവ്, ടിക്കറ്റ് കാശ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആലോചിച്ചൊക്കെ വരാൻ ആൾക്കാർ വരുന്നവരൊക്കെ. അപ്പം അങ്ങനെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അടുത്ത വീഡിയോ ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ഓക്കെ, ബൈ.